Morning all. Today we are starting our first topic on our paper, Introduction to Geometry. Okay. So conic section നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, +2 തൊട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കോണിക് സെക്ഷൻ. എങ്ങനെ ശരിക്കും കോണിക് സെക്ഷൻ നിങ്ങൾക്ക് നല്ലൊരു ആനിമേഷൻ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്നുകൂടി റഫായിട്ട് ഞാൻ പറയാം. അതായത് ഒരു ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾസ് അല്ലേ, ഇത് ഈ ആംഗിൾ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 ഡയമെൻഷനലായിട്ട് ഒരു ഡബിൾ സർക്കുലർ കോൺ കിട്ടും ആണല്ലോ. ഇതിനെ പല തരത്തിൽ ഒരു പ്ലെയിൻ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ പോർഷൻസ് കിട്ടുക ആ കാര്യങ്ങൾ ആണ് കോണിക്സ് ആയിട്ട് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ തന്നെ ഫിഗർ ഉണ്ട്. പ്ലെയിനിനെ 2 ഇൻ്റർസെക്ഷൻ പോയിന്റിൽ അതുപോലെ ലൈൻസ് ഇത് കിട്ടും, ക്ലിയർ ആയി ഉണ്ടാവും. പരാബോള എങ്ങനെയാണ് കിട്ടുന്നത്? ഇതാണ് ആംഗിൾ എങ്കിൽ ആംഗിളായിട്ട് മേക്ക് ചെയ്യുന്നതാണ് എലിപ്സ് ഒക്കെ അല്ലേ. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ പ്ലെയിൻ കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സർക്കിൾ കിട്ടും. അതിൻ്റെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ എലിപ്സ് കിട്ടും അല്ലേ. അതിനെ കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ അല്ലേ. അതേപോലെ ഹൈപ്പർബോള, ആ പ്ലെയിനെ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഹൈപ്പർബോള മാത്രം 2 ഡിസ്ജോയിൻറ്റ് കർവ്സ് ആയിട്ടാണ്. 2 പരാബോളയൊന്നുമല്ല, 2 ഒരേ കർവാണ്, ഡിസ്ജോയിൻറ്റ് കർവ്സ് ആയിട്ടാണ് കിട്ടുന്നത് ഹൈപ്പർബോള അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് conics are obtained as the locus of points in the plane whose distance from a fixed point is a constant multiple of its distance from a fixed line. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇതാണ് ശരിക്കും അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത് അല്ലേ. അത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അത് എക്സെൻട്രിസിറ്റിയാണ് ഈ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറയുന്നില്ലേ, ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ നമുക്ക് എക്സെൻട്രിസിറ്റിയാണ്. അത് ഈ എക്സെൻട്രിസിറ്റി <1 > 1 ഈക്വൽ ടു 1 ആകുമ്പോഴാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീജനറേറ്റ് കോണിക്സ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് നോൺ ഡീജനറേറ്റ് കോണിക്സ്, അതുപോലെ ഡീജനറേറ്റ് കോണിക്സ് എന്താണെന്ന് നോക്കാം അല്ലേ. ഈ പരാബോള, എലിപ്സ്, ഹൈപ്പർബോളേനെയാണ് നമ്മൾ നോൺ ഡീജനറേറ്റ് കോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ പോയിൻറ്റ്, സിംഗിൾ ലൈൻ, ആ പെയർ ഓഫ് ലൈൻസ്, അതിനെയാണ് ഡീജനറേറ്റ് കോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു ചെറിയ പ്രോപ്പർട്ടീസാണിത്. എലിപ്സ് ആൻഡ് ഹൈപ്പർബോള ഹാവ് എ സെൻറ്റർ. ദർ ഇസ് എ പോയിൻറ്റ് സി സച്ച് ദാറ്റ് റൊട്ടേഷൻ എബൌട്ട് സി എബൌട്ട് ആൻഡ് ആംഗിൾ പൈ ഇസ് എ സിമ്മട്രി ഓഫ് ദ കോണിക്. സിമ്മട്രിക് ആണ്, ഇതിൻ്റെ ഇത് തന്നെ ക്ലിയർ ആണ് അല്ലേ. ഇത് എലിപ്സിൻ്റെ സെൻറ്ററാണ്, ഹൈപ്പർബോളയുടെ സെൻറ്റർ അല്ലേ. ദെൻ സിമ്മട്രിക്കലാണ്. ദെൻ പരാബോളയെ സംബന്ധിച്ച് നോക്കിയാൽ സെൻറ്റർ ഇല്ല. അങ്ങനത്തെ കുറച്ച് നോട്ട്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പരാബോള ഡസ് നോട്ട് ഹാവ് എ സെൻറ്റർ. അപ്പോൾ കോണിക്കിൻ്റെ ഡെഫിനിഷൻ അതെങ്ങനെയാണ് ഒബ്റ്റെയിൻ എന്നുള്ളതാണ്. ദേ ആർ ഒബ്റ്റെയിൻ ബൈ സ്ലൈസിങ് ത്രൂ എ ഡബിൾ കോൺ. ദെൻ ഇപ്പോൾ നമ്മൾ നോൺ ഡീജനറേറ്റ് കോണിക്സ്, ഡീജനറേറ്റ് കോണിക്സ്. ദെൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു എക്സെൻട്രിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് കോണിക്സ് കിട്ടുന്നത് നോക്കി അല്ലേ. അപ്പോൾ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫോർമുല, അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, അത് ആ ഫിഗറിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷനിലേക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുമുമ്പ് ഈ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഇഫ് ഇ ഈസ് <1, ദാറ്റ് ഈസ് എക്സെൻട്രിസിറ്റി <1 ആണെങ്കിൽ it is known as ellipse. If e equal to 1, then it is parabola, and if e greater than 1, then it is a hyperbola. Same definition ആയിരിക്കും നിങ്ങൾക്ക് ഓരോന്നിനും തോന്നുക. മീൻസ് ഫസ്റ്റ് പരാബോള ഡെഫിനിഷൻ നോക്കിയേ. പരാബോള ഈസ് ഡിഫൈൻഡ് ടു ബി ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് പി ഇൻ ദ പ്ലെയിൻ whose distance from a fixed point f is equal to the distance from a fixed line d. ആ മീനിങ് എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നമുക്കറിയാം പരാബോള റൈറ്റിലേക്കാവാം, ലെഫ്റ്റിലേക്കാവാം, അപ്പർ ഡയറക്ഷനിലേക്കാവാം, ലോവർ ഡയറക്ഷനിലേക്കാവാം, ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോവാം. ഇപ്പോൾ അപ്പർ ഡയറക്ഷനൊക്കെ ആണെങ്കിൽ വേറൊരു പോയിന്റിലൂടെ പാസ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ ലോവർ ഡയറക്ഷനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് വരയ്ക്കാം അല്ലെ. സ്റ്റാൻഡേർഡ് ഫോമാണ് വരയ്ക്കാം നമ്മൾ. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഡെഫിനിഷൻ ഒന്ന് നോക്കി. ഇറ്റ് ഈസ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് പി ഇൻ ദ പ്ലെയിൻ ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിൻറ്റ്
എഫ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്തു. എഫിൽ നിന്നുള്ള ഡിസ്റ്റൻസും അല്ലേ, എഫിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഒരു ഫിക്സഡ് ലൈൻ, ഈ ഫിക്സഡ് ലൈനാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയുക അല്ലേ, ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസും സെയിം ആവുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്നൊരു 2 യൂണിറ്റ് ആണെങ്കിൽ 2 യൂണിറ്റ് ഡിസ്റ്റൻസ് ഇവിടുന്നു. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് നമ്മുടെ പരാബോളയുടെ പാർട്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആണ് അല്ലേ, 0 എന്നുള്ള ഒറിജിൻ ആണെങ്കിൽ അപ്പോൾ ഈ പോയിൻ്റ് പരാബോളയുടെ പാർട്ടാണ്. ഇനി ഇവിടം തൊട്ടുള്ള പോയിൻ്റ് ഇതാണെങ്കിൽ ഇത് പരാബോളയുടെ പാർട്ടാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ് പരാബോള എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലുറപ്പിക്കുക. ഡിസ്റ്റൻസ്, the set of all points P in the plane whose distance from a fixed point F is equal to its distance from a fixed line D. അപ്പോൾ എല്ലാ കേസും ഇതുപോലെ തന്നെയാണ് പറയുക. പക്ഷേ അപ്പോൾ എവിടെയാണ് വരുന്നത്, ഇവിടെ ഈക്വൽ ടു എന്ന് പറയുന്നില്ലേ, ഈക്വൽ ടു ആക്ച്വലി മൾട്ടിപ്പിൾ ഓഫ് എ ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് ലൈൻ ഡി തന്നെയാണ് ശരിക്കും ഇവിടെയും വരുന്നത്. ഇനി അടുത്ത കേസ് വരുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. പക്ഷേ ഈ മൾട്ടിപ്പിൾ പറയുന്ന ഈ 1 ആയതുകൊണ്ടാണ് നമുക്കത് രണ്ടും ഈക്വൽ എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ ബാക്കിയൊക്കെ ഈസിയാണ് കേട്ടോ. ഇനി ഇത് സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ ഞാൻ പറഞ്ഞു പലതരത്തിലാവാം. ഇതിൽ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ എക്സ് ആക്സസിലേക്ക് മീൻസ് റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് ഒറിജിനിലൂടെ പാസ് ചെയ്തു പോകുന്ന എക്സ് ആക്സിസിൽ കിടക്കുന്ന എക്സ് ആക്സിസിന് സിമ്മട്രിക്കലായിട്ടുള്ള പരാബോളയുടെ ഡെറിവേഷനാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഫോക്കസ് എവിടെയായിരിക്കണം, ഫോക്കസ് എക്സ് ആക്സിസിലായിരിക്കണം. അതിൻ്റെ പോയിൻറ്റിനെ നമ്മളൊരു പോയിൻറ്റിനെ A0, എക്സ് ആക്സിസിലെ എല്ലാ പോയിൻറ്റിനും y കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ A0 എന്നുള്ള ഫോക്കസ് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x =-a എന്ന് പറയുന്ന ലൈനായിരിക്കും അല്ലേ. അതായത് ഈ എക്ക് സിമെട്രിക്കലായിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും അല്ലേ, y ആക്സിസിൻ്റെ. ഇപ്പോൾ ഇതൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിൻ്റെ സിമെട്രിക് ഇവിടെ ഒരു റിഫ്ലക്സ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടാവും, അത് കൂടെ പാസ് ചെയ്തു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതാണ് നമ്മളുടെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ എല്ലാ എന്താ പറയുക കോണിക്കിൻ്റെയും ഡെഫിനിഷൻ അനുസരിച്ച്, നോൺ ഡീജനറേറ്റ് കോണിക്സിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എന്താ പറഞ്ഞത്, കോണിക്കിലുള്ള ഓരോ പോയിൻറ്റും ഫോക്കസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഈ ടൈംസ് മൾട്ടിപ്പിൾ ഓഫ് ഡയറക്ട്രിക്സ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞല്ലേ. ഈ 1 ആയതുകൊണ്ട് പരാബോളിൽ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്കത് രണ്ടും സെയിം ആയതുകൊണ്ട് FP = FM എന്ന് എഴുതാം. ഇനി FPയും PM, FPയും PMും നമ്മൾ ഈ ഫിഗറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് FP² = PM². ഇനി ഈ വാല്യൂ എന്താ വരിക, ഒന്ന് വലുതാക്കുന്നുണ്ട്, FP² = PM² എന്നാണ് വരുന്നത് അല്ലേ. ഇതാണ് FP അല്ലേ, ഇതാണ് PM എന്താണെന്ന് ആദ്യം നോക്കാം. ഇതാണ് ഒറിജിൻ, എക്സ് ആക്സിസിലേക്ക് കിടക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് A എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ വരിക, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് x = a ആണ്, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇത് A എന്ന് പറയുന്നതും ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് A ആണ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് P കോർഡിനേറ്റ് ആയതുകൊണ്ട് x എന്ന് വരും അല്ലേ. x+a ആണ് നമുക്ക് FP എന്ന് വരിക, ശരിയല്ലേ. FP എന്ന് പറയുന്നത് PM എന്ന് പറയുന്നത് ഈ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന് ഇക്വാലൻ്റ് ആണ്. അപ്പോൾ താഴത്തെ ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ഈ ഡിസ്റ്റൻസ് നോക്കാൻ 0 തൊട്ട് ഇങ്ങോട്ടുള്ള ഈ കുഞ്ഞ് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ A എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് ഈ P(x,y) ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ x ആണ് അല്ലേ, XY എന്നുള്ള കോർഡിനേറ്റ് അല്ലേ, x ആണ്. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് x+a ആണ്. ഓക്കെ, അപ്പോൾ PMൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. PM എന്ന് പറയുന്നത് x+a ആണ്. സോ x+a² എന്ന് കിട്ടി. ഇനി FP എങ്ങനെ കിട്ടുക, FP എന്ന് കിട്ടണമെങ്കിൽ നമുക്കൊരു ഇതാണ് FP അല്ലേ. ഞാൻ ഇതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, അതായത് PXYക്ക് എക്സ് ആക്സിസിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പോൾ നോക്കി ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഈ ട്രയാങ്കിൾ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് പ്ലസ് ദിസ് ഡിസ്റ്റൻസ്, ഇതൊരു A ആണെന്ന് വിചാരിക്കുക.
വരയ്ക്കാമെന്നൊരു വലുതായിട്ട്. ഞാൻ പിയിൽ നിന്ന് എക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഞാനിതിനെ ക്യാപിറ്റൽ എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? AF സ്ക്വയർ പ്ലസ് AP സ്ക്വയർ ഈക്വൽ ടു PF സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? സോ ദിസ് AF സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലേ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ വരിക? ഇത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല, അപ്പോൾ എക്സ് വരും. ഇത് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും, പ്ലസ് ദെൻ ഇതെന്താ വരിക? AP വാല്യൂ എന്താ വരിക? AP എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റ് P(x(y) ആണ് അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y ഡിസ്റ്റൻസ് ആണ് അല്ലേ? അതായത് y സ്ക്വയർ എന്ന് വരും. സോ FP സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ അല്ലേ? സോ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ മൈനസ് വരുന്നേ ഉള്ളൂ അല്ലേ? പ്ലസ് ഓർ മൈനസ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2AX പ്ലസ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2AX പ്ലസ് എ സ്ക്വയർ. ദെൻ എക്സ് സ്ക്വയർ ഗെറ്റ്സ് ക്യാൻസൽഡ്, എ സ്ക്വയർ ഗെറ്റ്സ് ക്യാൻസൽഡ്. ആൻഡ് ബാക്കി എന്താ വരിക നോക്കി? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വൈ സ്ക്വയർ ഉണ്ട്, മൈനസ് 2x റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഇറ്റ് ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4x. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ഇക്വേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ പരാബോള എന്ന് പറയുന്നത്. ഓക്കെ, പാരാമെട്രിക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് AT സ്ക്വയർ ടു AT ആണ്. ഇത്രയും ഡെറിവേഷൻ പറയുന്നത് ഇതിൽ തന്നെയാണ്. മീൻസ് ദിസ് ആർ ദ പാരാമെട്രിക് പോയിൻറ്റ്സ് ഓഫ് ദ പരാബോള എന്നുള്ളതിൻ്റെ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത്. അതായത് AT സ്ക്വയർ ടു AT ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. വൈയുടെ പ്ലേസിൽ 2ATയും എക്സിൻ്റെ പ്ലേസിൽ AT സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? 2AT ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4A ഇൻറ്റു 2AT. 4A ഇൻറ്റു AT സ്ക്വയർ അല്ലേ? എക്സിൻ്റെ പ്ലേസിൽ AT സ്ക്വയർ. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? കറക്റ്റ് ആണോ എന്നല്ലേ? ലെഫ്റ്റ് സൈഡ് വരുന്നത് 4A സ്ക്വയർ T സ്ക്വയർ ആണ്, റൈറ്റ് സൈഡും വരുന്നത് 4A സ്ക്വയർ T സ്ക്വയർ ആണ്. അതായത് അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, conversely we can write the coordinates of each point of the parabola AT square 2AT for if we choose T in the place of തിരിച്ചല്ല ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി T എന്ന് പറയുന്നത് y by 2A അങ്ങനെയാണെങ്കിൽ y is equal to 2AT ആവും. എക്സിൻ്റെ പ്ലേസിൽ y സ്ക്വയർ ബൈ 4A എന്നാവും അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, വിച്ച് ഇംപ്ലൈസ് 2AT the whole square by 4A is equal to AT സ്ക്വയർ. അതായത് T is equal to y by 2A. അതായത് y is equal to 2AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എക്സ് എക്സ്ട്രാക്ട് ചെയ്തതാണ് ഈ വാല്യൂ എന്ന്. മീൻസ് കാർട്ടീഷ്യൻ ഇക്വേഷന് വൈക്ക് വൈക്ക് 2AT എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ AT സ്ക്വയറിന് എക്സ്ട്രാക്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്താലും ഈ AT സ്ക്വയർ 2AT എന്ന് പറയുന്നത് പരാബോളയുടെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുക, എന്തുകൊണ്ടാണ് AT സ്ക്വയർ 2AT എന്ന് പറയുന്നത്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആയതെന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതാണ് പരാബോള അല്ലേ? സ്റ്റാൻഡേർഡ് ഫോമുള്ള പരാബോളയുടെ ഇക്വേഷനാണ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x. ഇനി നിങ്ങൾക്ക് അറിയാം അല്ലേ, വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4x എന്നുള്ള പരാബോളയെക്കുറിച്ച് അറിയാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4AY, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4AY. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇത് സ്റ്റാൻഡേർഡ് ഫോം വിത്ത് ഫോക്കസ്. ഇത് മനസ്സിലുണ്ടാവണേ. ഫോക്കസ് A0, ഡയറക്ട്രിക്സ് x ഈക്വൽ ടു മൈനസ് A ആൻഡ് ദിസ് ഇസ് ദ പാരാമെട്രിക് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഭാഗം ഡിറൈവ് ചെയ്തതെന്ന് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എക്സ് ആക്സിസ് ആണ് ആക്സിസ് ഓഫ് ദ പരാബോള. ആൻഡ് സിൻസ് ദ പരാബോള ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ വി കോൾ ദ ഒറിജിൻ ആസ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള ഇൻ സ്റ്റാൻഡേർഡ് ഫോം. Since it is the point of intersection of axis of the parabola
with the parabola, a parabola has no center. Then ഒരു എക്സാമ്പിൾ ആണ്, ദിസ് ഇക്വേഷൻ കൺസേൺ ദ പരാബോള ഇ. എന്ന് പറയുന്നത് എന്താ, പി എന്ന് വിചാരിക്കേണ്ട, മൊത്തം എല്ലാ കോണിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഇ ആണ് യൂസ് ചെയ്യുന്നത് യൂഷ്വലി. അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ കൺസേൺസ് ടു ദ പരാബോള ഇ വിത്ത് ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 2x. അപ്പോൾ ഏത് ഫോമിലാണ്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax-ൽ 4a ഈക്വൽ ടു 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പാരാമെട്രിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു ആൻഡ് എക്സ് ഈക്വൽ ടു അല്ലേ 80² 280-ൽ 4a എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് 1/2 വരും. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പരാബോള തന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫോക്കസ്, വെർട്ടെക്സ്, ആക്സിസ് ആൻഡ് ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള. സെക്കൻഡ് വൺ, ഡിറ്റർമിൻ ദ ഇക്വേഷൻ ഓഫ് ദ കോഡ് ദാറ്റ് ജോയിൻസ് ദ ഡിസ്റ്റൻറ്റ് പോയിൻറ്റ്സ് ഓഫ് P and Q on E with the parameters T1 and T2 respectively. Next question, determine the condition on T1 and T2 such that the chord PQ passes through the focus of E. Okay, അപ്പോൾ പരാബോളയുടെ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ഏത് 2 പോയിൻ്റ് ആണെങ്കിലും കേട്ടോ, ജോയിൻ ചെയ്യുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു കോഡിൻ്റെ ജനറൽ ഇക്വേഷൻ എന്തായിരിക്കും, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ കോഡ് ഇതാണ് എൻ്റെ ഫോക്കസ് എങ്കിൽ, ഫോക്കസിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും അല്ലേ, AT1 കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ AT1² 2AT1 ഉണ്ടാവും, താഴെ കറസ്പോണ്ടിങ് ആയിട്ട് AT2² 2AT2 ഉണ്ടാവും. ആ T1ഉം T2ഉം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ബിയിലെ സെക്കൻഡ് പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഫോക്കസും ഡയറക്ട്രിക്സൊക്കെ കാണാൻ ഇവിടെ വളരെ എളുപ്പമെന്ന് പറഞ്ഞു അല്ലേ. ഇതാ ഈ എ അറിഞ്ഞു കഴിഞ്ഞാൽ A0 ആണ് ഫോക്കസ്, എക്സ് ഈക്വൽ ടു -a ആണ് ഡയറക്ട്രിക്സ്. സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ് ആക്സിസ് ആണ് ആക്സിസ് ഓഫ് ദ പരാബോള അല്ലേ, ഒറിജിനാണ് വെർട്ടെക്സ് ഓഫ് ദ പരാബോള. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. AT² 280 ആണ് T1 T2ൻ്റെ വാല്യൂ കിട്ടാൻ പാരാമെട്രിക് ഇക്വേഷൻ ഉള്ളത് അല്ലേ. ഇനി നമ്മൾ y² is equal to 2x എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സ്റ്റാൻഡേർഡ് ഫോം y² is equal to 4ax, when we are comparing with our given equation we will get 4a is equal to 2, which means a is equal to 1/2, which means ഫോക്കസ് എന്താണെന്നാണ് പറഞ്ഞത് A0 അല്ലേ, അതായത് 1/2 0. വെർട്ടെക്സ് ഇത് സ്റ്റാൻഡേർഡ് ഫോം ആയതുകൊണ്ട് വെർട്ടെക്സ് ഒറിജിനാന്ന് പറഞ്ഞു. സോ വെർട്ടെക്സ് ഒറിജിൻ. ആക്സിസ് എക്സ് ആക്സിസ്, ഡയറക്ട്രിക്സ് എന്തായിരുന്നു, എക്സ് ഈക്വൽ ടു -a ആയിരുന്നു. എ എന്താ നമുക്ക് കിട്ടിയത്, ഹാഫ് എന്നാണ് കിട്ടിയത്. സോ ഡയറക്ട്രിക്സ് ഇസ് എക്സ് ഈക്വൽ ടു -12. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കോഡെന്ന് പറഞ്ഞത് എന്താണ്, പരാബോളയിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് അല്ലേ. ഇവിടെ 2 ജോയിൻ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിലെ 2 പോയിൻറ്റ്സിന് എന്തായാലും ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. അതായത് AT² 280 ആണ് നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ അല്ലേ. അതിൻ്റെ T1 അതായത് 2 പോയിൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹാഫ് ആണ്, ഹാഫ് AT1², അതായത് ഹാഫ് T1², T1 പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്, ക്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹാഫ് T2², T2. ഈ 2 പോയിൻറ്റ്സ്. ഇനി 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഇപ്പോൾ വിത്ത് സ്ലോപ്പ് m ആണെങ്കിൽ XYയിലൂടെ പാസ് ചെയ്തു പോകുന്ന X1 Y1യിലൂടെ പാസ് ചെയ്തു പോകുന്ന m സ്ലോപ്പുള്ള ഇക്വേഷൻ്റെ ലൈൻ എന്താണ്, y - y1 is equal to m into x - x1 എന്നുള്ളതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പാസ് ചെയ്തു പോകുന്ന ലൈൻസ് പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ 2 പോയിൻറ്റ്സ്, ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ 2 പോയിൻറ്റ്സ് മതി അല്ലേ. 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് x1 y1 z1, x2 y2 z2. ഇപ്പോൾ 2 ഡയമെൻഷനാണല്ലേ, നമുക്ക് 2 എടുക്കാം. x1 y1, x2 y2. ഈ 2 പോയിൻറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക,
ഒന്നില്ലെങ്കിൽ y1 മൈനസ് y2 ബൈ x1 മൈനസ് x2 എന്ന് എഴുതും നമ്മൾ, അല്ലെങ്കിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് എഴുതും അല്ലേ. ഇവിടെ 2 പോയിൻറ്റ്സ് കണ്ടോ, ഇതാണ് എൻ്റെ x1 എന്ന് പറയുന്നത്, ഇതാണ് x2 എന്ന് പറയുന്നത്, സോറി y1 എന്ന് പറയുന്നത്, ഇത് x2 ഇത് y2. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കാണാൻ y1 മൈനസ് y2 t1 മൈനസ് t2 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2 ഹാഫ് t1 സ്ക്വയർ മൈനസ് ഹാഫ് t2 സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ലോപ്പ്. അപ്പോൾ ആ ഇക്വേഷൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ 2 പോയിന്റ് തന്നിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ, ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന 2/t1 + t2 സ്ലോപ്പുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എന്തായിരുന്നു ഒന്നുകൂടിയും പറയാം, y മൈനസ് y1 = m × x മൈനസ് x1. എന്തൊക്കെയാണ് ഈ വാല്യൂസ്? x1 y1 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന m സ്ലോപ്പുള്ള ഇക്വേഷൻ അല്ലേ. സോ ഇവിടെ y1ൻ്റെ പ്ലേസിൽ t1 ആണ്, y മൈനസ് t1 = സ്ലോപ്പ് m എഴുതി, x1ൻ്റെ പ്ലേസിൽ ഹാഫ് t1 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇത് അടുത്തത് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ t1 + t2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വീണ്ടും എന്താ ശ്രദ്ധിക്കേണ്ടത്, t1 + t2 എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഇനി ശ്രദ്ധിക്കുക, എപ്പോഴാണ് t1 സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു t2 സ്ക്വയർ ദെൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അല്ലെങ്കിൽ നോക്കിയാൽ ഇവിടെ നിന്ന് തന്നെ t1 സ്ക്വയർ മൈനസ് t2 സ്ക്വയർ 0 ആവും. 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക, m എന്ന് പറയുന്ന സ്ലോപ്പ് ഇൻഫിനിറ്റി ആവും. m എപ്പോഴാണ് ഇൻഫിനിറ്റി ആവുക, പെർപെൻഡിക്കുലർ ആവുമ്പോഴാണോ അതോ ഹൊറിസോണ്ടൽ ആവുമ്പോഴാണോ? അതായത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണോ, ഹൊറിസോണ്ടൽ ആവോ എപ്പോഴെങ്കിലും? ഹൊറിസോണ്ടൽ ആവുമ്പോൾ ആംഗിൾ മേക്ക് ചെയ്യുന്നത് ആണ് വാല്യൂ അല്ലേ. എക്സ് ആക്സിസ് ആകുമ്പോൾ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, ശരിക്കും കോഡേ ഒബ്റ്റെയിൻ ചെയ്യുന്നില്ല അല്ലേ. എക്സ് ആക്സിസിന് പാരലായിട്ട് അപ്പോൾ എന്തായാലും വരില്ല. ഇനി വൈ ആക്സിസിന് പാരലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈവൻ അത് ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തും, നമ്മൾ ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് പാരലായിട്ട് വരുമ്പോഴാണ് ശരിക്കും പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും ടാൻജൻറ്റിൻ്റെ ടേംസിൽ? ഓക്കെ, അപ്പോൾ നമ്മൾ അസംഷൻ അനുസരിച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/t1 + t2 = ഇത് വാല്യൂ കിട്ടി അല്ലേ. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. ദെൻ t1 + t2 × y = 2x + t1 t2. ഇതാണ് കോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇഫ് ഹൗവർ ഇപ്പോൾ t1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു t2 സ്ക്വയർ ആണെങ്കിലാണ് നമുക്കിങ്ങനെ ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടിയത് അല്ലേ. ഇഫ് ഹൗവർ t1 സ്ക്വയർ ഈക്വൽ ടു t2 സ്ക്വയർ സിൻസ് t1 നോട്ട് ഈക്വൽ ടു t2. t1 നോട്ട് ഈക്വൽ ടു t2 ആവാൻ കാരണം എന്താ, t1 ഈക്വൽ ടു t2 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, സെയിം പോയിൻ്റ് ആവും ശരിയല്ലേ. t1 ഈക്വൽ ടു t2 എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ്സ് രണ്ടും സെയിം ആവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കോർഡിനേറ്റ്സ് t1 സ്ക്വയർ t2 സ്ക്വയറും സെയിം ആവും. അതായത് ഒരു പോയിൻ്റ് ആവും. അപ്പോൾ അങ്ങനെ എന്തായാലും സംഭവിക്കില്ല അല്ലേ. അതായത് t1 നോട്ട് ഈക്വൽ ടു t2 ആണ്. ഇനി t1 സ്ക്വയർ ഈക്വൽ ടു t2 സ്ക്വയറിൽ വേറൊരു സാധ്യത കൂടിയുണ്ട്. t1 എന്ന് പറയുന്നത് മൈനസ് t2. ഈ രണ്ട് കേസിലും അതായത് t1 ഈക്വൽ ടു t2 ആണെങ്കിലും t1 ഈക്വൽ ടു മൈനസ് t2 ആണെങ്കിലും ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ t1 സ്ക്വയർ ഈക്വൽ ടു t2 സ്ക്വയർ എന്നാണ് വരിക. t1 നോട്ട് ഈക്വൽ ടു t2 ആവില്ല. കാരണം എന്താ, ഒരു പോയിന്റ് കോയിൻസൈഡ് ചെയ്യും. കോഡ് എന്ന് പറയുന്നത് പരാബോളയിലെ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, സോ t1 ഈക്വൽ ടു മൈനസ് t2 എന്നുള്ള കേസ്. ദസ് PQ ഈസ് പാരലൽ ടു വൈ ആക്സിസ്. നേരത്തെ ഞാൻ പറഞ്ഞു പാരലൽ ടു വൈ ആക്സിസ്. ആ കേസിൽ എന്താ വരിക, t1 ഈക്വൽ ടു മൈനസ് t2 എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആവും. സോ m എന്ന് പറയുന്ന സ്ലോപ്പ് ഇൻഫിനിറ്റി ആവും അല്ലേ. എന്നിട്ട് 90 ഡിഗ്രി ആവുമ്പോൾ tan 90 വരും, ടാൻജൻറ്റ് അപ്പോൾ ഇൻഫിനിറ്റി ആവും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് തോന്നുന്നു. Parallel, so it has equation half t1 square. So in this case too PQ has a equation given by 10 അല്ല. ഇത് എല്ലാ കോഡിൻ്റെയും ഇക്വേഷൻ ആണ്. ഓക്കെ, the code PQ
വിത്ത് ഇക്വേഷൻ 10 പാസസ് ത്രൂ ദ ഫോക്കസ് ഹാഫ് സീറോ. അപ്പോൾ നമുക്കിതിൽ ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ T1ഉം T2ഉം തമ്മിലുള്ള കണക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഹാഫ് സീറോ കൂടെ പാസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ എക്സിന് ഹാഫും വൈക്ക് സീറോയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വൈക്ക് സീറോ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 0 എന്ന് വരും. റൈറ്റ് സൈഡ് എന്താ വരിക, എക്സിന് നമ്മൾ കൊടുക്കുന്നത് ഹാഫാണ്. 2 × ഹാഫ് എന്ന് പറയുന്നത് 1 വരും. 1 + T1 T2, അതായത് T1 T2 = -1. പ്രൊഡക്റ്റ് T1 T2ൻ്റെ പ്രൊഡക്റ്റ് -1 ആവുന്നതാണ് ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകുന്ന ഓരോ പോയിൻറ്റ്, മീൻസ് ഓരോ സ്ട്രെയിറ്റ് ലൈൻ. ഞാൻ വീണ്ടും പറഞ്ഞു, ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകുന്ന മാത്രമാവില്ല അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവുക, അതിന് പാരലൽ ആയതും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. T1 T2 -1 ആവുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്താണ്, ഇൻഫിനിറ്റിയാണ്. സോ T1 T2 = -1, ദാറ്റ് ഈസ് ഈ പോയിൻ്റ് എടുത്തു നമ്മൾ. ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോകണമെങ്കിൽ T1 = -1/T2 എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. ഇത് സെയിം പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ പ്രോബ്ലം. ദിസ് ഇക്വേഷൻ കൺസേൺസ് ദ പരാബോള ഇ വിത്ത് ദ ഇക്വേഷൻ y² = x ആൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ x = t², y = t. ഒരു മിനിറ്റ്, നേരത്തെ പ്രോബ്ലത്തിൽ ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ T1 T2നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് T1 T2 = -1 എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ലോപ്പ് പറയുന്നതാണ് ഇത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇൻഫിനിറ്റി ആവാന്ന് പറയുന്നത്. ഇതിൻ്റെ ഹാഫ് സീറോയിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക കേട്ടോ. അടുത്ത പോയിൻ്റ് അങ്ങനെ ആവണമെന്നില്ല. ഇനിയിപ്പോൾ ഇതിന് പാരലായിട്ടാണെങ്കിൽ ചിലപ്പോൾ 1 0 എന്ന് പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 0 അല്ല 0 1 അല്ലേ, അല്ല 1 0. എക്സിൻ്റെ പ്ലേസിൽ 1ഉം ഇതിൻ്റെ പ്ലേസിൽ 0യും കൊടുക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ കിട്ടുക 2 + T1 T2 ആയിരിക്കും. അതായത് T1 T2 = -2 എന്നാണ് വരിക. ഇനി അടുത്തൊരു പോയിൻ്റ് ചിലപ്പോൾ ഇത് പാസ് ചെയ്ത് പോകുന്നത് ഒരു 5 0 വേണമെങ്കിൽ അല്ലേ. 5 0 ആകുമ്പോൾ T1 T2 = ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 5 കൊടുക്കുക, -5/2 ആണ്. അപ്പോൾ -1ൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള പോലെയാണ് വരിക കേട്ടോ. ഓക്കെ, ഇതൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. സെയിം പ്രൊസീജിയറാണ്. x = t², y = t എന്ന് പറയുന്ന പരാബോള. ഇത് y² = x എന്ന് പറയുന്ന പരാബോള നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യണം അല്ലേ. ഇപ്പോൾ ഈ ഫോം എങ്ങനെയാണ്, y² = 4ax, അതായത് y² = x ആണെങ്കിൽ 4a = 1 വരും. ദാറ്റ് ഈസ് a = 1/4. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോക്കസ് എഴുതാൻ നിങ്ങൾക്ക് 1/4 0, വെർട്ടെക്സ് എഴുതാം. സ്റ്റാൻഡേർഡ് ഫോം ആയതുകൊണ്ട് ഇറ്റ്സ് ഒറിജിൻ, ആക്സിസ് x ആക്സിസ്, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x = -a. ദെൻ സെയിം പ്രൊസീജിയർ, ഇക്വേഷൻ ഓഫ് ദ കോഡ് അല്ലേ. എയുടെ വാല്യൂ മാത്രമേ മാറ്റുള്ളൂ, പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ഇക്വേഷൻ എഴുതാം. ഓക്കെ.